கருத்து கணிப்புகளின் மீது தனக்கு நம்பிக்கை இல்லை என்று இடுக்கியின் யூடிஎஃப் வேட்பாளர் டீன் குரியாக்கோஸ் தெரிவித்துள்ளார். இந்தியா கூட்டணி அதிகாரத்தில் வரும் என்றும் 2004 கருத்து கணிப்புகளை மீறிதான் காங்கிரஸ் அதிகாரத்தில் வந்ததாகவும் டீன் கூறினார். 2004 തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു അന്ന് അധികാരത്തിൽ വന്നത്. BJP തന്നെ അധികാര തുടർച്ച ഉണ്ടാക്കും എന്ന് പ്രതീക്ഷ കൂടുതൽ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഏതായാലും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകമാനം പോരടിച്ചത്. രാജ്യത്തൊരു ജനാധിപത്യ മതേതര ഗവൺമെൻറ് യാഥാർത്ഥ്യമാകണം. അതോടൊപ്പം തന്നെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം, അതിന് ഭരണമാറ്റമുണ്ടാകണം എന്നുള്ള ആ ഒരു വാദം എല്ലാവരിലേക്കും പകർന്നു നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാളാണ് പുറത്തു വരുന്നത്. അത് 100% കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും പ്രതീക്ഷയുള്ളതാണ് എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വവും ഇന്ത്യ സഖ്യത്തിൻ്റെ മുഴുവൻ കക്ഷി നേതാക്കളും ഈ സമയം വരെയും ഉള്ളത്. അതിൽ പ്രതീക്ഷയർപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത്. സത്യത്തിൽ ജനങ്ങളത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ എക്സിറ്റ് പോൾ കാണുമ്പോൾ ഒരു കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ സാധിച്ചു. അതായത് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് കോൺഗ്രസിന് അവർ നൽകുന്നത് 7ആണ്. അതുപോലെ ഹരിയാന, രാജ്യ തലസ്ഥാനവുമായി തൊട്ട് അടുത്ത് കിടക്കുന്ന ഹരിയാനയിൽ 3 സീറ്റ് വിജയിക്കുമെന്ന് പറയുന്നു. പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ കക്ഷിനില അതേപോലെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു. മഹാരാഷ്ട്രയിൽ വലിയ മാറ്റം, 25 സീറ്റ് എന്ന് പറയുമ്പോൾ ആകെയുള്ളതിൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് പ്രവചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നല്ല മാറ്റമുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. പിന്നെ എത്രത്തോളം എവിടെ വരെ എന്നുള്ള ആ ഒരു കാര്യമാണ് എങ്കിൽ ഇന്ത്യ സഖ്യം ഭരണത്തിലെത്തും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ നിമിഷം വഴി